കുറച്ച് ദിവസം മുന്നേ നമ്മൾ സീസി പ്ലാന്റ് മാറ്റിയിട്ട് 2 ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിലുള്ളതാണ് ഇത്. ഇതിൻ്റെ ഒരു ഇല ഇതാ മൊത്തമായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. ഇല അതിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാടി മഞ്ഞ കളറായതാണോ അതോ ഇതിന് വല്ല കേടും വന്നിട്ട് മഞ്ഞ കളറായതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ചെടിയെ പറ്റി വലിയൊരു ധാരണ എനിക്കില്ല. അപ്പോൾ എന്തായാലും ഇത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ഭാഗം വെറുതെ കളയണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം 1-2 ഇലകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഇലയായിട്ട് ഞാനിതായി പുറത്തോട്ട് പോവുകയാണ്. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതൊന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ഇലയുടെ ലൈഫ് കഴിഞ്ഞിട്ട് അങ്ങനെ മഞ്ഞ കളറായതാണെങ്കിൽ ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. എങ്ങാനും ഇത് ഉണ്ടായി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഒന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ. പിന്നെ മറ്റേ 2 ചട്ടികൾ വെച്ചിട്ടുള്ളത് വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2 കുഞ്ഞിച്ചട്ടികൾ പോരായിരുന്നു കേട്ടോ അതിന്. അത് ഞാൻ ഈ സംഭവം എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ 2 മധുരക്കിഴങ്ങ് ഞാൻ മുളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഇലകൾ വിരിഞ്ഞ് വരുന്നില്ല, പക്ഷെ നിറയെ ഇലകളുണ്ട്, നാശമായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിങ്ങനെ നിൽക്കുന്നത്. ഇതേപോലത്തെ 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെക്കാൻ വേണ്ടി എടുത്ത ഒരു ചട്ടിയാണിത്. ചട്ടിയുടെ വലിപ്പം കുറവായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലപോലെ ഇലകളൊക്കെ വന്നതിന് ശേഷം പിന്നെ വലിയ ചട്ടിക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ചെറിയ ചട്ടി എടുത്തത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് നടക്കില്ല. അങ്ങനെ വലിയ ചട്ടിയിൽ ഇതേ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും നമുക്ക് ഈ ചട്ടികളിൽ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ഈ ഒരു സൈഡിലോട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നാലല്ലേ അടുത്തതും വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ദേ അടുത്തതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ചീഞ്ഞൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ രണ്ടാമത്തേതിൽ ചില തളിർപ്പുകൾ ഇങ്ങനെ കരിഞ്ഞ പോലെയുണ്ട്. പക്ഷേ ബാക്ക് സൈഡിൽ 1-2 നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാനിതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചട്ടിയുടെ അടിയിൽ നിറയെ ഹോൾസ് ഉള്ളത് കൊണ്ട് അടിയിൽ ഇതേപോലെ പ്ലേറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പെട്ടിയുടെ മുകളിൽ തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടോട്ട് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാമല്ലോ. അങ്ങനെ ഇത് രണ്ടും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നനച്ചു കൊടുക്കുന്നില്ല, കാരണം ഈ മണ്ണിന് ആവശ്യത്തിനുള്ള നനവുണ്ട്.